ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പഞ്ഞി പോലെ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, ശരിക്കും ഇത് അതുപോലെ തന്നെയാണ് കേട്ടോ. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം തന്നെയാണിത്. അപ്പോൾ എല്ലാ പേരും ഉറപ്പായിട്ട് ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കറക്റ്റായിട്ട് അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണണേ, സ്കിപ്പ് ചെയ്യാതെ. അപ്പോൾ ഏതെങ്കിലുമൊക്കെ പോയിന്റ് മിസ്സായി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് കുതിർത്ത പച്ചരി എടുത്തിട്ടുണ്ട്. ഒരു 4-5 മണിക്കൂർ ഒന്ന് കുതിർക്കാനായിട്ട് വെച്ചേക്കുക കേട്ടോ. ഇത് അതിന് ശേഷമുള്ളതാണ്. ഇനി നമുക്ക് ഈ പച്ചരി ഒന്ന് അരച്ചെടുക്കണം. ഒന്നുകിൽ നിങ്ങളതൊന്ന് അരിച്ച് വെച്ചതിന് ശേഷം അരച്ചെടുത്താലും മതിയാകും കേട്ടോ. ഞാനിപ്പോൾ ഇത് ഇന്ന് ഡയറക്റ്റായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് കൂടുതൽ അളവിലാണ് വട്ടയപ്പം വേണ്ടതെങ്കിൽ എല്ലാത്തിൻ്റെയും അളവ് കൂടുതലായിട്ട് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പച്ചരി എടുക്കുന്നതോടൊപ്പം തന്നെ ബാക്കിയുള്ള എല്ലാ ചേരുവകളും അതുപോലെ കൂടുതലായിട്ട് എടുക്കുക. ഇനി ഈ പച്ചരി ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അതിന് മുന്നേ ഇതിലേക്ക് 1-2 ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട് കേട്ടോ. അപ്പം ഞാനിവിടെ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ 1 കപ്പ് അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങയുടെ അളവ് കൂടുതലായിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും. 1/2 കപ്പ് അളവിൽ ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചോറില്ല എന്നുണ്ടെങ്കിൽ പകരം അവിൽ ചേർത്ത് കൊടുത്താലും മതിയാകും കേട്ടോ. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. മധുരം കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതലായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ. അത് മിക്സ് കലക്കിയതിന് ശേഷം മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം ചേർത്ത് അരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് കേട്ടോ. നമ്മൾ സാധാരണ അപ്പത്തിൻ്റെ മാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് എടുക്കേണ്ടത്. ഒരുപാട് കട്ടിയായി പോകരുത് കേട്ടോ. അതുപോലെ ഒരുപാട് അങ്ങ് ലൂസായി പോകാനും പാടില്ല. ഇനി നമുക്ക് ഈ മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഒരു 6 മുതൽ 8 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോൾ തണുപ്പ് കൂടുതലുള്ള സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് ഇത് ഇറക്കി വെച്ചിരുന്നാൽ മതിയാകും കേട്ടോ. അപ്പോൾ എനിക്കിവിടെ ഇത്രയും വെള്ളം ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഒരു 8 മണിക്കൂർ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. മാവെല്ലാം നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയും അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏലക്ക പൊടിയില്ല എന്നുണ്ടെങ്കിൽ അത് അരി അരയ്ക്കുന്ന സമയത്ത് ഒരു 2-3 ഏലക്ക അതിലിട്ട് അരച്ചെടുത്താലും മതിയാകും കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വന്നതിന് ശേഷം ഒരുപാട് സ്പൂണിട്ട് ഒരുപാട് നേരം അങ്ങ് ഇളക്കരുത് കേട്ടോ. ഇനി ഞാനിവിടെ ഈ ഒരു പാത്രത്തിൽ അല്പം നെയ്യൊന്ന് തടവിയിട്ടുണ്ട്. അതിലാണ് ഞാനിത് ഒഴിച്ച് തയ്യാറാക്കുന്നത്. അപ്പോൾ മാവ് കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2-3 സ്റ്റെപ്പായിട്ട് തയ്യാറാക്കി എടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇത് ഒരു പാത്രത്തിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി പാത്രം വെച്ചിരുന്നാലും മതി, അത് സ്റ്റീമർ വെക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ ആവി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇറക്കി വെക്കാം. ഇനി ഒരു പാത്രം കൊണ്ട് ഇതൊന്ന് അടച്ച് വെക്കാം. ഇനി ഇതൊരു 10 മുതൽ 15 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഒരു 5 മിനിറ്റ് ആകുന്ന സമയത്ത് ഈ ഒരു കുറച്ച് ഞാൻ കാഷ്നട്ടും കിസ്മിസും നെയ്യിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കടിക്കാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ മാവൊന്ന് മിക്സ് ചെയ്യണ സമയത്ത് ഒന്ന് ഫ്രൈ ചെയ്ത് അതിനകത്ത് ഇട്ട് കൊടുത്താലും മതിയാകും കേട്ടോ. അതല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് മാവ് ഒഴിച്ചിട്ട് ഇത് ഈ കാഷ്നട്ടും കിസ്മിസും അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും മാവ് ഒഴിച്ച് കൊടുത്താലും മതിയാകും. അപ്പോൾ ഇത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ അതും കൂടെ ഇട്ടതിന് ശേഷം ഒരു 5-10 മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വട്ടയപ്പം ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ടൂത്ത് പിക്കോ ഒരു സ്പൂണോ വെച്ചൊന്ന് കുത്തി നോക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് പറ്റി പിടിച്ച് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ കുറച്ച് നേരം കൂടി ഒന്ന് വെച്ചേക്കുക. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കിയെടുക്കുക. അതിൻ്റെ സൈഡൊക്കെ കത്തി കൊണ്ടൊന്ന് വരഞ്ഞു കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ അത് ഇളകി കിട്ടും. ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ തന്നെ ഇളകി വരും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അത് കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ, നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്. അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് വട്ടയപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.